യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. യിരെമ്യാ പ്രവാചകനെക്കുറിച്ചാണല്ലോ നാം കഴിഞ്ഞ ആഴ്ച പഠിക്കാൻ ആരംഭിച്ചത്. അദ്ദേഹത്തെക്കുറിച്ച് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, അദ്ദേഹം ജീവിച്ച കാലഘട്ടം. രണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം. യഹൂദയിലെ അവസാനത്തെ 5 രാജാക്കന്മാരുടെ കാലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്ന് നാം ചിന്തിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം നാം കണ്ടത്, അദ്ദേഹം ലേവി ഗോത്രത്തിൽ അഹരോന്യ കുടുംബത്തിലെ ഹിൽക്കിയാ പുരോഹിതൻ്റെ മകനായിരുന്നു. അദ്ദേഹം ഒരു പുരോഹിതനായി തീരുവാനുള്ള എല്ലാ യോഗ്യതയോടും കൂടെ ജനിച്ച് വളർത്തപ്പെട്ട യുവാവായിരുന്നു. അദ്ദേഹം 20 വയസ്സുവരെ താൻ പുരോഹിതനാകുവാനുള്ള എല്ലാ പരിശീലനവും നേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ന്യായപ്രമാണം അനുസരിച്ച് 20 വയസ്സുവരെ നിയമപരമായ പഠനം പുരോഹിതന്മാർക്കുണ്ട്. പിന്നീടുള്ള 5 വർഷം പ്രായോഗികമായ പരിശീലനമാണ്. പുരോഹിതന്മാരുടെ കൂടെ യാഗാർപ്പണത്തിൽ അവരെ സഹായിച്ച് ആലയത്തിൽ നിൽക്കണം. 25 വയസ്സിലാണ് പുരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് അവർ പ്രവേശിക്കുന്നത് എന്ന് സംഖ്യാപുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പോൾ യിരെമ്യാവിന് ഒരു 20 വയസ്സാണ് പ്രായം. ഇനി പ്രായോഗികമായ ഒരു പരിശീലനമാണ് അത്യാവശ്യമായിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ യിരെമ്യാവ് പുരോഹിതനായി മാറുകയാണ്. അങ്ങനെ തയ്യാറെടുത്ത് ആഗ്രഹിച്ച് ഒരുങ്ങിയിരിക്കുന്ന സമയത്താണ് യഹോവയുടെ അരുളപ്പാടുണ്ടായത്. എന്തായിരുന്നു അരുളപ്പാട്? യിരെമ്യാവേ, ഞാൻ നിന്നെ പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ഇത് യിരെമ്യാവിന് ഉൾക്കൊള്ളാവുന്നതിനേക്കാൾ അധികമായിരുന്നു. കാരണം പ്രവാചക ശുശ്രൂഷയേക്കാൾ എന്തുകൊണ്ടും ബഹുമാനമുള്ള, ആദായമുള്ള, സുഖമുള്ള ഒരു ശുശ്രൂഷയായിരുന്നു പൗരോഹിത്യം എന്ന് പറയുന്നത്. അങ്ങനെ സുഖകരമായ ബഹുമാനം ലഭിക്കുന്ന പുരോഹിത ശുശ്രൂഷ ഉപേക്ഷിച്ചിട്ട് അപമാനം സഹിക്കേണ്ടതിന് പ്രവാചകനായി മാറുക എന്നുള്ള ആഹ്വാനം യിരെമ്യാവിന് ഉൾക്കൊള്ളാൻ പെട്ടെന്ന് കഴിഞ്ഞില്ല. ഇത്രയുമാണ് നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ കണ്ടത്. ഇപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. എന്നാൽ ദൈവം യിരെമ്യാവിൻ്റെ ആശങ്കയും ആകുലവും മനസ്സിലാക്കി അവനോട് സംസാരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ദൈവം യിരെമ്യാവിനോട് എന്ത് സംസാരിച്ചുവെന്ന് യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ നാം കാണുന്നു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. യിരെമ്യാവിന് ലഭിച്ച അരുളപ്പാടിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ വായിച്ചത്. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനേ മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു. യിരെമ്യാവിനെക്കുറിച്ചുള്ള പദ്ധതി ദൈവം അവൻ ജനിക്കും മുമ്പേ തീരുമാനിച്ചു. അവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ അവനെക്കുറിച്ചുള്ള തീരുമാനം ദൈവത്തിനുണ്ടായിരുന്നു. യിരെമ്യാവ് വാസ്തവത്തിൽ അമ്പരന്ന് പോയി എന്ന് വേണം വിചാരിക്കാൻ. പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിൽ സംഭവിച്ചതല്ല. ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ ദൈവം യിരെമ്യാവ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ അവനെ അറിഞ്ഞു എന്നുള്ളത്, ദൈവത്തിൻ്റെ പ്രവാചകനായി ശുശ്രൂഷ ചെയ്യുവാൻ എന്തുകൊണ്ടും യോഗ്യനാണ് എന്നറിഞ്ഞു എന്നുള്ളത് യിരെമ്യാവിന് ആശ്വാസകരമായിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവം അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവം സർവജ്ഞാനി ആയതുകൊണ്ട് ദൈവം അറിഞ്ഞു എന്ന ആശയത്തിലായിരിക്കും എന്ന് തെറ്റിദ്ധരിക്കരുത്. ദൈവം സർവജ്ഞാനിയാണ്, ദൈവത്തിന് കാര്യങ്ങൾ അറിയാം, അതിൽ നമുക്ക് സംശയമില്ല. പക്ഷേ ഇവിടെ അറിഞ്ഞു എന്ന വാക്കിന് അല്പം കൂടെ വിശാലമായ അർത്ഥമാണുള്ളത്. ആ വാക്ക് വിശദമാക്കുന്ന 2-3 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ ആദ്യം വായിക്കും. എഫേസോസിലെ സഭയ്ക്കുള്ള ദൂതാണ്. ദൈവം പറയുകയാണ്, കർത്താവ് പറയുകയാണ്, ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും
കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും, നിനക്ക് സഹിഷ്ണുതയുള്ളതും, എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. വാസ്തവത്തിൽ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വേദഭാഗമാണ്. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, നിൻ്റെ പ്രയത്നം ഞാൻ അറിയുന്നു, നിൻ്റെ സഹിഷ്ണുത അത് ഞാൻ അറിയുന്നു. പിന്നെ പറയുക, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തത് ഞാൻ അറിയുന്നു. ഈ കാലഘട്ടത്തിൽ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാചകമാണ്. കൊള്ളരുതാത്തവരെ സഹിക്കുന്നത് ആത്മീകത്വമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന വിശ്വാസികൾ എവിടെയൊക്കെയോ ഉണ്ട്. നമ്മളായിട്ട് ഒന്നും പറയണ്ട, ദൈവമെല്ലാം നോക്കിക്കൊള്ളും എന്ന് പറയുന്ന വിശാല മനസ്കരെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്രയും വിശാലത ദൈവത്തിനില്ല. കൊള്ളരുതാത്തവരാണെങ്കിൽ അവരെ തിരിച്ചറിയുക എന്നുള്ളത് സ്ഥലം സഭകളുടെ ഉത്തരവാദിത്വമാണ്, ചുമതലപ്പെട്ടവരുടെ ഉത്തരവാദിത്വമാണ്. ഇവരെ കൊള്ളരുതാത്തവരെ ഈ സഭ തിരിച്ചറിഞ്ഞു. അവർക്ക് സഹിച്ചുകൂടായിരുന്നു, അവരെ സഹിക്കുന്നതല്ല ആത്മീയത്വം. അടുത്ത കാര്യം പറയാ, തങ്ങൾ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും ഞാൻ അറിയുന്നു. അപ്പോസ്തലന്മാരല്ലാതിരുന്ന കുറേ കള്ളന്മാരായ ആളുകൾ ഉപദേഷ്ടാക്കന്മാർ എന്ന രൂപത്തിൽ എഫെസോസിലെ സഭയിൽ പ്രവേശിച്ചു. പക്ഷേ ആ സഭ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റി. അവരിവരെ പരീക്ഷിച്ചു, പരിശോധിച്ചു, കള്ളന്മാരാണെന്ന് മനസ്സിലായി. അപ്പോസ്തലന്മാർ അല്ലെന്ന് മാത്രമല്ല, അവർ കള്ളന്മാരാണെന്ന് തിരിച്ചറിഞ്ഞു. ആ ഉത്തരവാദിത്വം സ്ഥലം സഭയിലെ ചുമതലപ്പെട്ടവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഈ കാലത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നത്, ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യണം. ആ പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തേ മതിയാകുകയുള്ളൂ. എഫെസോസിലെ സഭ അങ്ങനെയായിരുന്നു. പിന്നെ പറയുക, നിനക്ക് സഹിഷ്ണുതയുള്ളത് എനിക്കറിയാം, നീ സഹിച്ചത് എനിക്കറിയാം, നീ തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ സഹിക്കുന്നത് മറ്റാരും അറിയണം എന്ന് നിർബന്ധമില്ല, ആർക്കും അറിയാൻ താല്പര്യമില്ല. ഇനി അഥവാ ആരെങ്കിലും അറിഞ്ഞു എന്ന് വന്നാലും അതുകൊണ്ട് യാതൊരു പ്രയോജനവും നമുക്കുണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവ് അതറിയുമ്പോൾ, അറിയുന്നു എന്ന വസ്തുത നാം തിരിച്ചറിയുമ്പോൾ എന്തുമാത്രം ആശ്വാസവും ധൈര്യവുമാണ്, പ്രചോദനമാണ്. കർത്താവിന് നമ്മുടെ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ അറിയാം. നാം സഹിക്കുന്നത് കർത്താവിനറിയാം. നാം തളർന്നു പോകാതെ നിലകൊള്ളുന്നത് കർത്താവിനറിയാം. നമ്മുടെ കർത്താവിൻ്റെ ആ വാക്കുകളാണ് ഏതൊരു വിശ്വാസിക്കും ധൈര്യം നൽകുന്നത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം തന്നെ അതിൻ്റെ 9-ാം വാക്യം വായിച്ച് കേൾപ്പിക്കുക. ഇത് സ്മുർന്നയിലെ സഭയുടെ ദൂതനുള്ള ദൂതാണ്. 2:9, ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്ന താനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. സ്മുർന്ന സഭയുടെ പ്രശ്നം മറ്റൊന്നായിരുന്നു. സാത്താൻ്റെ പള്ളിക്കാരായ ചില ആളുകൾ അവർ ഈ സഭയിലേക്ക് വന്നു. അവർ പറഞ്ഞത്, ഞങ്ങളാണ് സാക്ഷാൽ യഹൂദന്മാർ, ഞങ്ങളാണ് പാരമ്പര്യവാദികൾ, ഞങ്ങളുടെ പിതാക്കന്മാരാണ് ഈ മതത്തിന് ആണിക്കല്ലിട്ടത്, അതുകൊണ്ട് ഞങ്ങളാണ് ഇതിൻ്റെ എല്ലാം എന്നുള്ള ഭാവത്തിൽ അവകാശപ്പെട്ടുകൊണ്ടാണ് വന്നത്. സ്മുർന്നയിലെ സഭ അവരെ പരിശോധിച്ചു. എന്നിട്ട് മനസ്സിലായി ഇത് സാത്താൻ്റെ പള്ളിക്കാരാണ്. പക്ഷേ ധാരാളം ദൂഷണം ആ സഭ കേൾക്കേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ അതൊക്കെയല്ലേ ഈ വർത്തമാനകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളുടെ ആത്മീക ഉന്നമനത്തിനു വേണ്ടി, സ്ഥലം സഭയുടെ ശുദ്ധീകരണത്തിനു വേണ്ടി എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് എന്തെല്ലാം അപവാദങ്ങളും ദൂഷണങ്ങളുമാണ് ഓരോരുത്തർ പ്രചരിപ്പിക്കുന്നത്, പറയുന്നത്. എത്ര ദൈവദാസന്മാരാണ് വേദനിക്കുന്നത്, എത്ര സ്ഥലം സഭകളാണ് സങ്കടപ്പെടുന്നത്. ഇതൊന്നും ഒരു ഒറ്റപ്പെട്ട കാര്യമല്ല, അപൂർവ കാര്യമല്ല, യാദൃശ്യമായി സംഭവിച്ചതല്ല. 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇത് സംഭവിച്ചു. കർത്താവ് പറയുക, ഞാനത് അറിയുന്നു, എനിക്കറിയാം. സാത്താൻ്റെ പള്ളിക്കാർ നിങ്ങളെക്കുറിച്ച് പറയുന്ന ദൂഷണം എനിക്കറിയാം. സഹോദരന്മാരെ, സഹോദരിമാരെ, അത് നമ്മളെ ധൈര്യപ്പെടുത്തേണ്ടതാണ്.
ആരും എന്തും പറയട്ടെ, പക്ഷേ അത് കർത്താവ് അറിയുന്നു. കർത്താവ് അതിന് പരിഹാരം വരുത്തും നിശ്ചയമായിട്ടും. മറ്റൊരു ഭാഗം കൂടെ വായിച്ച് നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകണം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുകയാണ്. വെളിപ്പാട് 3-ന്റെ 8-ാം വാക്യം. അത് ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂതാണ്. കർത്താവ് പറയുക, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഫിലദൽഫിയയിലെ സഭയോട് പറയുക, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എനിക്കതറിയാം, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ വചനത്തെ നീ സൂക്ഷിച്ചു, എൻ്റെ നാമത്തെ നീ നിഷേധിച്ചില്ല. കർത്താവ് പറയുക, നിന്റെ മുമ്പിൽ ഞാൻ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിന്റെ ശക്തി കൊണ്ട് തുറക്കാൻ നിൽക്കണ്ട, നിന്റെ ശക്തി കൊണ്ട് അടയ്ക്കാതിരിക്കുവാനും പരിശ്രമിക്കണ്ട. അത് കർത്താവ് ചെയ്തതാ. എത്ര ബലഹീനമാണെങ്കിലും കർത്താവ് ഇതാ അവർക്കൊരു വിശാലമായ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, ആർക്കും അതടച്ചുകൂടാ. അനേക ആളുകളും ഭയപ്പെടുന്നത് ദൈവം തങ്ങളുടെ ശുശ്രൂഷകളെ അടച്ചു കളയുമോ, തങ്ങളുടെ വാതിലുകളെ അടച്ചു കളയുമോ, അങ്ങനെ ഭയപ്പെടുന്നവരുണ്ട്. ചില മണ്ഡന്മാർ ഞങ്ങൾ അടയ്ക്കും എന്ന് ആക്രോശിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് തുറന്നാൽ അടയ്ക്കുവാൻ ശേഷിയുള്ള ഒരു മഹാനും ഇതുവരെ ഇവിടെ ഉദയം ചെയ്തിട്ടില്ല. ആകാശത്തോട് മുഷ്ടിയുദ്ധം ചെയ്യാമെന്നല്ലാതെ, മുള്ളിനു നേരെ കൈ ഉതയ്ക്കാമെന്നല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ദൈവമാണ് വാതിൽ തുറന്നതെങ്കിൽ, കർത്താവാണ് ശുശ്രൂഷ തന്ന് നിയമിച്ചതെങ്കിൽ, നിശ്ചയമായും കർത്താവ് അത് കരുതും. കർത്താവിനതറിയാം, അവൻ സഹായിക്കാതിരിക്കുകയില്ല. അപ്പോൾ കർത്താവ് അറിയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശാലമായ അർത്ഥം നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഈ കാര്യത്തിൽ ധൈര്യപ്പെടുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. തീർച്ചയായും നമുക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ വെളിപ്പാട് ദിവസം നമ്മൾ വായിച്ചത്, ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും അറിയുന്നു. സ്മുർന്നയിലെ സഭയോട് പറയുക, നിൻ്റെ കഷ്ടത ഞാൻ അറിയുന്നു, നിൻ്റെ ദാരിദ്ര്യം ഞാൻ അറിയുന്നു. നമ്മുടെ ദാരിദ്ര്യം നമുക്ക് ആരോടും പറയാനൊക്കെയില്ല, കഷ്ടത ആരോടും പറയാനൊക്കെയില്ല. പറഞ്ഞാൽ പരാതി പറയുന്നവരും പിറുപിറുക്കുന്നവരുമാണെന്നുള്ള ആക്ഷേപം വരും. എന്നാൽ കർത്താവ് നമ്മുടെ കഷ്ടത അറിയുന്നു, നമ്മുടെ ദാരിദ്ര്യം കർത്താവ് അറിയുന്നു. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമുക്കേറെ ശക്തിയുണ്ട്, നാം വളരെ മിടുക്കരാണെന്നാണ്, നമ്മളെക്കൊണ്ട് പലതും കഴിയും എന്ന് നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷെ വെറുതെയാ. 103-ാം സങ്കീർത്തനം 14-ാം വാക്യം എന്താ പറയുന്നത്? അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. ദൈവത്തിനറിയാം നമ്മുടെ പ്രകൃതി എന്താണെന്ന്, ദൈവത്തിനറിയാം നമ്മുടെ ശക്തി എന്താണെന്ന്. അതുകൊണ്ട് ബലമുള്ള കർത്താവിൻ്റെ കൈക്കീഴ് നമ്മളെ തന്നെ സമർപ്പിച്ച് ധൈര്യത്തോടുകൂടെ വിശ്വസ്തയോടുകൂടെ കർത്താവിനെ സേവിക്കുക, അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ യിരെമ്യാവിനോട് പറയുക, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ഇതൊരൊറ്റപ്പെട്ട സംഭവമായിരുന്നില്ല എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യോശിയ രാജാവിനെക്കുറിച്ച് നമ്മൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 13-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, യൊരോബെയാം ബേഥേലിലും ദാനിലും 2 കാളക്കുട്ടികളെ സ്ഥാപിച്ച് അവിടെ അന്യദൈവ സേവയ്ക്കായി, അന്യദൈവ ആരാധനയ്ക്കായി ധൂപം കാട്ടിയപ്പോൾ ദൈവത്തിൻ്റെ പുരുഷൻ വന്ന് പറഞ്ഞു, യാഗപീഠമേ യാഗപീഠമേ കേൾക്ക, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹൂദാ ഗോത്രത്തിൽ എനിക്ക് യോശിയാവ് എന്നൊരു മകൻ ജനിക്കും. അവൻ്റെ കാലത്ത് ഈ പൂജാഗിരി വിഗ്രഹങ്ങളെ ഉടച്ചു കളയുകയും പുരോഹിതന്മാരുടെ അസ്ഥികളെ ചുട്ടുകളയുകയും ചെയ്യും. അതൊരു വലിയ ന്യായവിധിയുടെ പ്രസ്താവനയായിരുന്നു. നാം പിന്നീട് വായിക്കുന്നുണ്ട്, ദൈവം എന്തരുളി ചെയ്തോ മുൻകൂട്ടി, അവൻ ഉരുവാകുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ്, കാലങ്ങൾക്ക് മുമ്പ് ദൈവം എന്തരുളി ചെയ്തോ അവനത് അതുപോലെ നിവർത്തിച്ചു. അത് നിറവേറ്റുവാൻ അവൻ തയ്യാറായി.
ശലോമോൻ്റെ കാലം മുതൽ ഏകദേശം 14ഓളം രാജാക്കന്മാർ തുടർന്ന് ഭരിച്ചു, അന്യദൈവ സേവകരായി. പക്ഷേ ഇവരൊന്നും ഭരിച്ചിട്ടും ആ പാപത്തിന് അറുതി വന്നില്ല, പരിഹാരമുണ്ടാക്കിയില്ല. യോശുവാവ് അതിന് പരിഹാരമുണ്ടാക്കി. അവനെക്കുറിച്ച് ദൈവം എന്താണോ മുൻകൂട്ടി ആഗ്രഹിച്ചത്, അവൻ അത് തിരിച്ചറിഞ്ഞ് അതുപോലെ അനുസരിച്ചു. അവനെക്കുറിച്ചുള്ള ദൈവഹിതം അവൻ നിറവേറ്റി. നമുക്കറിയാവുന്ന മറ്റൊരാളാണ് ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബ്. യാക്കോബ് മേശാവും അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ ദൈവം യാക്കോബിനെ തിരഞ്ഞെടുത്തു. എന്തുകൊണ്ട് അങ്ങനെ ദൈവം ചെയ്തു എന്ന ചോദ്യത്തിന് മലാഖി പറയുന്ന മറുപടി, ദൈവം അവരെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം അങ്ങനെ ചെയ്തു. അപ്പോൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ യാക്കോബിനെ ദൈവം പരിഗണിച്ചു, അവൻ ഇസ്രായേൽ എന്ന് പേരിട്ടു, അവനിലൂടെ വംശത്തെ, ജാതികളെ വർദ്ധിപ്പിച്ചു. ദൈവത്തിൻ്റെ തീരുമാനവും ഇഷ്ടവും അതാണ്. ഒരു വാക്കുകൂടെ, സ്നാപകയോഹന്നാനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിന് വഴിയൊരുക്കുവാൻ, യേശുവിനെ സ്നാനപ്പെടുത്തുവാൻ, മശിഹയെ ഇസ്രായേലിന് വെളിപ്പെടുത്തുവാൻ ദൈവം സ്നാപകനെക്കുറിച്ച് ആഗ്രഹിച്ചു. സ്നാപകയോഹന്നാനെക്കുറിച്ച് അവൻ ജനിക്കും മുമ്പേ അരുളപ്പാടുണ്ടായി. അവൻ അതുപോലെ അതനുസരിച്ചു. സ്നാപകയോഹന്നാനെക്കുറിച്ച് ദൈവം എന്താഗ്രഹിച്ചോ അതുപോലെ തന്നെ ദൈവം നിവൃത്തിയാക്കി. വാസ്തവത്തിൽ ഇവരെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ആത്മീയ പാഠം, നമ്മളെക്കുറിച്ച് ദൈവത്തിന് വലിയ കാര്യപരിപാടിയുണ്ട്. അത് നമ്മൾ ജനിച്ച്, ജീവിച്ച്, രക്ഷിക്കപ്പെട്ട് ഇങ്ങനെ ഒക്കെ വന്നതിന് ശേഷമാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. നാം ഉരുവാകുന്നതിന് മുമ്പ് പോരാ, നാം ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവത്തിന് നമ്മളെക്കുറിച്ച് എത്രയോ വലിയ പദ്ധതിയുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം, അതിൽ നിന്നൊരു വാക്യം കൂടെ വായിക്കാം. 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പല്ല. എന്തൊരു ആശ്ചര്യകരമായ പ്രസ്താവനയാണിത്. പ്രിയപ്പെട്ടവരെ, നമ്മളാരും വെറുതെ ദൈവസഭയിലേക്ക് വന്നവരല്ല. നമ്മളാരും കർത്താവിൻ്റെ മക്കളായി തീർന്നത് യാദൃച്ഛികമായിട്ടങ്ങ് സംഭവിച്ചതല്ല. നമ്മളെ കർത്താവ് വീണ്ടെടുത്തു എന്ന് പറയുമ്പോൾ, ദൈവസഭയിൽ നമുക്ക് അംഗത്വം തന്നു എന്ന് പറയുമ്പോൾ, നമുക്ക് പ്രവേശനം തന്നു എന്ന് പറയുമ്പോൾ, അതെങ്ങനെയോ അവിചാരിതമായിട്ടുണ്ടായൊരു സംഭവം അല്ല. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം തൻ്റെ സർവ്വജ്ഞാനത്തിൽ തീരുമാനിച്ചു നമ്മളെ തിരഞ്ഞെടുക്കുവാനായിട്ട്. ക്രിസ്തുവിലൂടെ നമ്മളെ തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിന് പ്രസാദമുണ്ടായി. ദൈവം അത് ചെയ്തു. തീർച്ചയായും നമുക്ക് ധൈര്യപ്പെടാം. ചില ആളുകൾക്കൊക്കെ അപകർഷതാബോധമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആവശ്യമില്ല. നമ്മളാരും സഭയിൽ അധികപ്പറ്റല്ല. നമ്മൾ ആരുടെയെങ്കിലും ശുപാർശ അനുസരിച്ചല്ല കർത്താവിൻ്റെ സന്നിധിയിൽ വന്നത്. ദൈവം നമ്മളെ നേരിട്ട് വിളിച്ച് തിരഞ്ഞെടുത്തു, നമുക്ക് ഈ ഉന്നതമായ സ്ഥാനം തന്നു. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? കർത്താവ് എന്നെ ഇത്ര ആഴമായി സ്നേഹിച്ച് എന്നെ വിളിച്ച് തിരഞ്ഞെടുത്തല്ലോ. ആ ബോധ്യം നമ്മുടെ മനസ്സിൽ ഭരിക്കട്ടെ. ആ സത്യം നമ്മൾ ഗ്രഹിച്ച് സന്തോഷമുള്ളവരും ധൈര്യമുള്ളവരുമായിരിക്കുകയും കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുവാൻ നമുക്ക് കാരണമാകുകയും ചെയ്യണം. അതാണ് കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമുക്കവനെ സ്നേഹിക്കാം. ഈ വാക്ക് കേട്ടപ്പോൾ യിരെമ്യാവിൻ്റെ മനസ്സിലൂടെ എന്തെല്ലാം ചിന്തകൾ ഓടിപ്പോയി കാണും എന്ന് ഞാൻ സംശയിക്കുക. ദൈവം പറയാം, യിരെമ്യാവേ, നീ പുരോഹിതനാകാനുള്ള പരിശീലനം കഴിഞ്ഞു. പക്ഷേ നിന്നെ ഞാൻ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ കണ്ട് അറിഞ്ഞതാണ്. നീ അത് ഓർത്തുകൊള്ളണം. രണ്ടാമത് ദൈവം പറഞ്ഞത് യിരെമ്യാവ് 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു: നീ ജനിക്കും മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ദൈവം പറയുക, നീ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. വിശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ അശുദ്ധി നീക്കിക്കളഞ്ഞു എന്നല്ല. വിശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ വേദപുസ്തക ഭാഷയിൽ വേർതിരിച്ചു എന്നാണ്. നാം വായിക്കുന്നു, ദൈവം 7-ാം ദിവസത്തെ വിശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? 7-ാം ദിവസത്തിലെ അശുദ്ധിയെല്ലാം കളഞ്ഞെന്നല്ല. 7-ാം ദിവസത്തെ വേർതിരിച്ചു ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി.
പിതാവ് പുത്രനെ വിശുദ്ധീകരിച്ച് ഭൂമിയിലേക്ക് അയച്ചു എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രവൃത്തി ചെയ്യേണ്ടതിന് അവനെ വേർതിരിച്ചു. ഇവിടെ യിരെമ്യാവിനോട് പറയുകയാണ്, നീ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വേർതിരിച്ചു. എന്തിനു വേണ്ടി വേർതിരിച്ചു? എൻ്റെ പ്രവാചകനായിട്ടിരിക്കുവാൻ. എന്തിനു വേണ്ടി വേർതിരിച്ചു? ഞാൻ പറയുന്ന വഴിയിൽ നടന്ന് എന്നെ പ്രസാദിപ്പിക്കുവാൻ. ദൈവം പറയുകയാ, ഞാൻ നിന്നെ വേർതിരിച്ചു. ഇത് യിരെമ്യാവിനൊരു പുതിയ അറിവായിരുന്നു, ഒരു വലിയ അറിവായിരുന്നു. 20 വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തിലൂടെ കൊള്ളിയാൻ മിന്നി. അവൻ അത്ഭുതപ്പെട്ടു. ദൈവത്തിന് ഇത്രയും വലിയ പ്ലാൻ എന്നെക്കുറിച്ചുണ്ടോ? അവൻ ആശ്ചര്യപ്പെട്ടു. മൂന്നാമതൊരു കാര്യം കൂടെ ദൈവം പറഞ്ഞു. 5-ാം വാക്യത്തിൽ നാം അത് വായിച്ചതാണ്, ഒന്നുകൂടെ നോക്കാം. എന്താ മൂന്നാമത് പറഞ്ഞെന്നറിയാമോ? ഞാൻ നിന്നെ വിശുദ്ധീകരിച്ച് ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. നീ അമ്മയുടെ ഉദരത്തിൽ നിന്നും പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിയമനം നടത്തിക്കഴിഞ്ഞു. നിന്നെ പ്രവാചകനായിട്ട് ഞാൻ നിയമിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, പരിശീലനമില്ല, പ്രത്യേകിച്ച് നിനക്ക് അപേക്ഷ തരേണ്ട കാര്യമില്ല, അപ്പോയിൻമെൻ്റ് ഇല്ല. നിന്നെ ഞാൻ നിയമിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ ഒരല്പം നിന്ന് ചിന്തിക്കാൻ ആവശ്യമുണ്ട്. ഒരു പുരോഹിതനായിരിക്കുക എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം അനുസരിച്ച് അതിന് വ്യക്തമായ തെളിവുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊന്ന് ചിന്തിച്ചു പോയതാണ്. വ്യക്തമായ രേഖയുണ്ട്. അവർക്ക് പ്രത്യേക വസ്ത്രം, പ്രത്യേക തൊപ്പി, പ്രത്യേക താമസ സ്ഥലം, അവർക്കെല്ലാം പ്രത്യേകത. അവരെല്ലാം വേറെ വേറെ നിലകളിലാണ് കാണുന്നത്. പിന്നെ അവരുടെ നിയമത്തിന് കൃത്യമായ ന്യായപ്രമാണ തെളിവുണ്ട്. കേവലം ലേവി ഗോത്രത്തിൽ ജനിച്ചാൽ മാത്രം പോരാ. നെഹമ്യാവ് പറയുന്നത് അവിടെ മുദ്രയിട്ടെന്നാണ്. പുരോഹിതന്മാരെ മുദ്രയിട്ടു. അപ്പം അങ്ങനെ പ്രത്യേക രജിസ്റ്ററിൽ പേരുള്ള നിയമനമുള്ള ആളുകൾ അവരാണ് പുരോഹിതന്മാർ. എന്നാൽ പ്രവാചകന്മാരെ സംബന്ധിച്ച് യിരെമ്യാവ് പറയുക, ശുശ്രൂഷ ചെയ്യുമ്പോൾ പറയാമെന്ന് വിചാരിക്കുക. അങ്ങനെ ധാരാളം പറയേണ്ട സന്ദർഭം ഉണ്ടായി. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നമ്മൾ നോക്കും. യിരെമ്യാവ് പറയുക, ദൈവം എന്നെ നേരിട്ട് നിയമിച്ചതാണ്. ദൈവത്തിന് എന്നോട് പ്രസാദം തോന്നി. ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്നും പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ എന്നെ പ്രവാചകനായിട്ട് ദൈവം നിയമിച്ചു എന്ന് പറഞ്ഞാൽ കേട്ട യഹൂദന്മാരെന്തു പറയും? ഇവന് തനി ഭ്രാന്തും അഹങ്കാരവുമാണ്. ആരും ഇതുവരെ പറയാത്ത, ഒരു പ്രവാചകൻ ഇതുവരെ അവകാശപ്പെടാത്ത കാര്യമാണ് ഇവൻ പറയുന്നത്. യിരെമ്യാവിന് ഇതറിയാം. യിരെമ്യാവ് അല്പം ആശങ്കയിലായി. ദൈവം നിയമിച്ചു എന്ന് പറയുന്നു. ആ നിയമനം എങ്ങനെ തെളിയിക്കാൻ കഴിയും? യിരെമ്യാവിന് അതിന് ഉത്തരമില്ല. ഇവിടെ ഒരു കാര്യം കൂടെ പ്രത്യേകിച്ച് ഓർക്കണം. ഇങ്ങനെ ദൈവം അറിഞ്ഞ്, ദൈവം തിരഞ്ഞെടുത്ത്, ദൈവം നിയമിച്ച ഈ വലിയ പ്രവാചകന് അങ്ങനെയാണെങ്കിൽ ഇത്രയും കഷ്ടതകൾ അനുഭവിക്കണമായിരുന്നോ? എത്രയും കഷ്ടത എന്നുള്ളത് നമ്മൾ പിന്നെയാണ് നോക്കുന്നത്. ഇത്രയും വലിയ കഷ്ടത, കണ്ണുനീരിൻ്റെ താഴ്വാരങ്ങളിലൂടെ ആ മനുഷ്യൻ ഏകനായി സഞ്ചരിക്കേണ്ടി വരുമായിരുന്നോ? ദൈവമാണ് ഇങ്ങനെ നിയമിച്ചതെങ്കിൽ യിരെമ്യാവിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ദുരനുഭവങ്ങളൊക്കെ എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു? ഈ ചോദ്യങ്ങൾക്കെല്ലാം നാം ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. പലപ്പോഴും നമ്മളെക്കുറിച്ച് ശത്രുക്കൾ ചോദിക്കുന്നത്, ഇവർ രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറയുന്നു, ദൈവജനമാണെന്ന് പറയുന്നു, എന്നിട്ടെന്താ ഇങ്ങനെ കഷ്ടത? എന്നിട്ടെന്താ ഇത്ര രോഗം? എന്നിട്ടെന്താ ഇത്ര കടഭാരം? എന്നിട്ടെന്തുകൊണ്ടാ മക്കളുടെ കല്യാണം നടക്കാത്തത്? എന്തുമാത്രം ചോദ്യങ്ങളാ! നിർഭാഗ്യവശാൽ വിശ്വാസികളെന്ന് പേർപ്പെട്ട ഒരു പറ്റവും ഈ കൂട്ടത്തിൽ കൂടുന്നവരാ. അവരെല്ലാം അർത്ഥമാക്കുന്നത് ദൈവം തിരഞ്ഞെടുത്തവരാണെങ്കിൽ അവർക്ക് കഷ്ടതയുണ്ടാവുകയില്ല, രോഗമുണ്ടാകുകയില്ല, പട്ടിണി ഉണ്ടാവുകയില്ല, അവർക്ക് ജീവിത പ്രാരാബ്ധമുണ്ടാകുകയില്ല, എല്ലാം സമൃദ്ധിയായിരിക്കും. അത് വചനവിരുദ്ധമായ ഉപദേശമാ, ദുരുപദേശമാ, പൈശാചിക ഉപദേശമാ. ബൈബിൾ അങ്ങനെ പറയുന്നില്ല. പുതിയ നിയമം എത്രയോ പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ. കർത്താവ് അത് പറഞ്ഞിട്ടല്ലേ പോയത്? ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുതെന്നല്ലേ പത്രോസ് പറഞ്ഞത്? കഷ്ടത ഒരു വരമാണ്. ആ ദൈവമക്കൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്. യിരെമ്യാവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ വിശദമായ ഭാഗങ്ങൾ നമ്മൾ പിന്നീട് ചിന്തിക്കും. ഇവിടെ യിരെമ്യാവിനോട് ഈ 3 കാര്യം കർത്താവ് പറഞ്ഞു. ഒന്ന്,
നീ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ജനിക്കും മുമ്പേ ഞാൻ നിന്നെ വേർതിരിച്ചു. ഞാൻ നിന്നെ പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഇത് പ്രവാചക ശുശ്രൂഷയോട് ബന്ധപ്പെട്ടാണ് ഈ പ്രയോഗമെങ്കിലും എല്ലാവർക്കും ഇത് ബാധകമാണ്. നമ്മളെക്കുറിച്ചെല്ലാം ദൈവത്തിൻ്റെ തീരുമാനം എങ്ങനെയാണ്? ദൈവം നമ്മളെ അറിഞ്ഞ്, ദൈവം നമ്മളെ വേർതിരിച്ച്, ദൈവത്തിനു വേണ്ടി നിയമിച്ച് മാറ്റി നിർത്തിയിരിക്കുക. അതുകൊണ്ട് ആ പൂർണ്ണബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം, ആ ധൈര്യം നമുക്കുണ്ടാകണം. മാത്രമല്ല, ആ തിരിച്ചറിവോടുകൂടെ യോഗ്യമായി ഞാൻ ദൈവത്തിൻ്റെ വകയാണെന്ന വിധത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. യിരെമ്യാവ് അതാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടപ്പം യിരെമ്യാവ് ദൈവത്തോട് ഒരു മറുപടി പറഞ്ഞു. അതെന്താണ് നമുക്ക് നോക്കാം. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം 6-ാം വാക്യത്തിലാണ് യിരെമ്യാവ് ആ മറുപടി പറയുന്നത്. യിരെമ്യാവ് 1:6. എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ഈ തീരുമാനവും തിരഞ്ഞെടുപ്പും കേട്ടപ്പോൾ യിരെമ്യാവ് പറയുക, അയ്യോ ദൈവമായ കർത്താവേ, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, ഞാനൊരു ബാലനല്ലോ. ഇവിടെ ബാലനല്ലോ എന്ന് പറഞ്ഞാൽ ഞാനൊരു ശിശുവാണ് എന്ന അർത്ഥത്തിലല്ല. ഞാൻ പറഞ്ഞല്ലോ 20 വയസ്സ് പ്രായമുള്ള സമയമായത്. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ദൈവമേ, ഞാനൊരു ബാലനല്ലോ, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. അവിടെ യിരെമ്യാവ് പറഞ്ഞത്, ഒരു വലിയ പ്രവാചകനെ പോലെ സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു യൗവനക്കാരനാണ്, ഞാനിതുവരെ പ്രസംഗിച്ച് പഠിച്ചിട്ടില്ല, എനിക്ക് നിൻ്റെ അരുളപ്പാട് ജനത്തോട് അറിയിക്കാൻ പരിചയം പോരാ. ദൈവമേ, ഞാനൊരു കേവലം ബാലനാ, ഒരു യുവാവാ, എന്നെക്കൊണ്ട് സാധ്യമായ കാര്യമല്ലിത്. അവൻ്റെ പരിമിതി അവൻ സമ്മതിച്ചു, അവൻ്റെ അറിവുകേട് അവൻ സമ്മതിച്ചു, കുറവ് അവൻ സമ്മതിച്ചു. അവൻ പറഞ്ഞു, ഞാൻ ഒരു സാധുവായ പയ്യനാ, ദൈവമേ, എന്നെക്കൊണ്ട് ഇത് സാധിക്കുന്നതല്ല. ദൈവം അതിന് മറുപടി പറഞ്ഞു. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത ഏതാ? നമ്മൾ സംശയിച്ച് നിൽക്കുമ്പോൾ, നമ്മൾ ആശങ്കപ്പെടുമ്പോൾ ദൈവം ആലോചന പറഞ്ഞു തരും. ദൈവം അതിന് മറുപടി പറഞ്ഞത് യിരെമ്യാവ് 1-ാം അധ്യായം 7-8 വാക്യങ്ങളിലാണ്. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. എങ്ങനെയാ ഒരു സ്തോത്രം പറയാതിരിക്കുന്നത്? യിരെമ്യാവ് തൻ്റെ പരിമിതി പറയാ, ദൈവമേ, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, വയ്യ, ഞാനൊരു പയ്യനാ, എന്നെക്കൊണ്ടാവില്ല. ദൈവം പറയാ, കുഞ്ഞേ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഞാൻ അയക്കുന്നിടത്ത് നീ പോകണം. ഞാൻ പറഞ്ഞു തരുന്ന വാക്കുകൾ നീ അവരോട് പറയണം. ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ അവരെ ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതാണ് കർത്താവ് നമ്മളോടും പറയാൻ ആഗ്രഹിക്കുന്നത്. നീ അവരെ ഭയപ്പെടരുത് എന്ന് പറഞ്ഞാൽ സുവിശേഷ വിരോധികളായ ആളുകളെക്കുറിച്ചല്ല. നമ്മുടെ വാക്കിൽ പറഞ്ഞാൽ അവിശ്വാസികളെക്കുറിച്ചല്ല. പകരം യഹൂദന്മാരെന്ന് പേർ കൊണ്ടവർ, യഹൂദ പ്രമാണിമാർ, ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് അവകാശപ്പെടുന്നവർ, അവരെ നീ ഭയപ്പെടരുത്. ദൈവദാസനായ പ്രവാചകൻ ആദരിക്കപ്പെടേണ്ടതിന് പകരം അവനെ ഭയപ്പെടുത്തുമെന്ന് ദൈവം പറയുക. എന്നാൽ നീ അവരെ ഭയപ്പെടരുത്. ഇന്ന് എത്ര പേർക്കാണെന്നറിയാമോ ഈ ഭയമുള്ളത്? ദൈവം ഉപയോഗിക്കുന്ന ദൈവദാസന്മാരെ ഇല്ലായ്മ ചെയ്യാൻ പിശാച് പരിശ്രമിക്കുമ്പോൾ ഭയപ്പെടുന്ന നിരവധി ആളുകളുണ്ട്. കർത്താവ് പറയാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടണ്ട. നസറേത്തുകാരൻ യേശു ഒരിക്കലും ഒരു ഭീരുവായിരുന്നില്ല. നമ്മുടെ വാക്കിൽ പറഞ്ഞാൽ നട്ടെല്ല് നിവൃത്തി നടന്നവനാ. 33 തിരുവയസ്സ് വരെ പലസ്തീനിൽ നെടുകയും കുറുകയും നടന്നു. തലങ്ങും വിലങ്ങും പ്രസംഗിച്ചു. ശത്രുക്കളുടെ മുഖത്ത് നോക്കി ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിച്ചു. ആർക്കും അവനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, എൻ്റെ സമയമായിട്ടില്ല, എൻ്റെ നാഴിക വന്നിട്ടില്ല. കർത്താവിനെ കൈവെക്കണമെങ്കിൽ കർത്താവ് സമ്മതിക്കണമായിരുന്നു. എന്നതുപോലെ ദൈവം സമ്മതിക്കാതെ ഒരൊറ്റ ദൈവദാസൻ്റെ മേലും
കരം വെക്കുവാൻ ഒരു ശത്രുവിനും കഴിയുകയില്ല. ഒറ്റ ദൈവമക്കളെയും പീഡിപ്പിക്കുവാൻ കഴിയുന്നതല്ല. നാം ഭീരുക്കളാകാതിരിക്കുക. കർത്താവ് പറയുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ധൈര്യപ്പെട്ടിരിക്കുമാവേ, നിന്നെ ആരും തൊടുകയില്ല, യാതൊന്നും ചെയ്യുകയില്ല. ഇപ്പോൾ യിരെമ്യാവിൻ്റെ ചിന്താഗതികൾക്ക് കുറേ മാറ്റം വന്നു തുടങ്ങി. ഒരു പ്രവാചകനായിരിക്കുവാൻ ദൈവം സഹായിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. പറയേണ്ട വാക്കുകൾ ദൈവം പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവം കൂടെ നടക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. യിരെമ്യാവിനെ അത് വല്ലാതെ ധൈര്യപ്പെടുത്തി. എങ്കിലും ചെയ്യേണ്ട ശുശ്രൂഷകളുടെ മഹത്വം ഇനിയും അവൻ അറിയുവാനുണ്ട്. ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? യിരെമ്യാവിനെ ഉപയോഗിക്കുവാനായി ദൈവം ചെയ്ത കാര്യങ്ങൾ അത് വളരെ ശ്രദ്ധേയമാണ്. യിരെമ്യാവിനെ തിരഞ്ഞെടുത്തു, നീ നേരെ പോയി പ്രസംഗിച്ചോ എന്നല്ല പറഞ്ഞത്. ദൈവം അങ്ങനെ ചെയ്യുന്നില്ല. ഇന്നും ദൈവം ഒരാളെ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചാൽ, സുവിശേഷകനായിട്ടാകട്ടെ, അല്ല സഭയിലെ ഉത്തരവാദിത്വമാകട്ടെ, ഏതുമായാലും ദൈവസഭയുടെ അകത്തോ പുറത്തോ ഉള്ള ഏത് ശുശ്രൂഷയുമാകട്ടെ, അത് ചെയ്യുവാൻ ദൈവം ഒരാളെക്കുറിച്ച് ആഗ്രഹിച്ചാൽ, അവനെ വിളിച്ചാൽ ഉടനെ ഇറങ്ങി പുറപ്പെടുകയല്ല, അങ്ങനെ ആവേശഭരിതരായി അങ്ങ് ചാടിപ്പോവുകയല്ല. പകരം ദൈവം യിരെമ്യാവോട് ബന്ധപ്പെട്ട് ചെയ്ത പ്രവൃത്തികൾ നാം ശ്രദ്ധിക്കേണ്ടതാണ്. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം വായിച്ച് കേൾപ്പിക്കാം. ആദ്യം, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി, യിരെമ്യാവേ, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. ബദാം, ജാഗ്രത്, വൃക്ഷത്തിൻ്റെ ഒരു കൊമ്പ് കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു. യഹോവ എന്നോട്, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളും എന്നരുളി ചെയ്തു. 13-ാം വാക്യം, യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം എനിക്കുണ്ടായി, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. തിളയ്ക്കുന്ന ഒരു കലം കാണുന്നു, അത് വടക്ക് നിന്ന് പ്രത്യക്ഷമായി വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ യിരെമ്യാവിനെ പ്രവാചകനായിട്ട് നിയമിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ദൈവം അവനോട് സംസാരിച്ചു. പിന്നീട് അവന് ദർശനം നൽകുന്നു. യിരെമ്യാവിനെ ഉപയോഗിക്കാനായിട്ട് ദൈവം ചെയ്ത ഒന്നാമത്തെ പ്രവൃത്തി അവന് ദർശനം നൽകി. എന്തവൻ ചെയ്യണമോ ആ കാര്യത്തെക്കുറിച്ച് അവന് ബോധ്യമാക്കി കൊടുക്കുക. ഇവിടെ ഇതൊരൊറ്റപ്പെട്ട സംഭവമായിട്ട് നാം വിചാരിക്കരുത്. ദൈവം ഏതൊരു ശുശ്രൂഷയ്ക്ക് ഏതൊരാളെ വിളിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ദൈവം ഈ വിധം ദർശനങ്ങൾ നൽകിയിരുന്നു. നിരവധി തെളിവുകളുണ്ട്, അതെല്ലാം നമുക്ക് നോക്കാൻ നിവൃത്തിയില്ല. മോശെ മിസ്രൈമിലേക്ക് അയക്കണമായിരുന്നു, ഇസ്രയേലിന് ഉദ്ധാരണം ഉണ്ടാകണമായിരുന്നു. മോശയ്ക്ക് ദൈവം കത്തുന്ന മുൾപ്പടർപ്പ്, വെന്തുപോകാത്ത മുൾപ്പടർപ്പ് അത് കാണിച്ചു കൊടുത്തു, ദർശനം നൽകി. എന്നിട്ടാണ് മോശയെ പറഞ്ഞയച്ചത്. ജോസഫിനെ മിസ്രൈമിൽ വിടും മുമ്പ് തന്നെ ദൈവം എന്ത് ചെയ്യാൻ പോകുന്നു? ജോസഫിന് ദർശനം കൊടുത്തു. നമുക്കറിയാം. പ്രവാചകന്മാരായ യെശയ്യാവിനെ ദൈവത്തിന് വേണമായിരുന്നു ശുശ്രൂഷിക്കാനായിട്ട്. ദൈവം അവനെ നിയോഗിക്കും മുമ്പ് യെശയ്യാവ് 6-ാം അധ്യായത്തിൽ നാം പല പ്രാവശ്യം വായിച്ചിട്ടുള്ള ദർശനം ദൈവം അവന് കൊടുത്തു. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന മഹാദൈവത്തെ അവൻ ദർശനം കണ്ടു. ദൈവത്തിൻ്റെ മഹത്വം അവന് കാണുവാൻ കഴിഞ്ഞു. എന്നിട്ടാണ് ദൈവം ചോദിച്ചത്, ഞാൻ ആരെ അയക്കണം, ആരാ പോകുന്നത്? യഹസ്കേലിനെ ദൈവം വിളിക്കുമ്പോൾ, കെബാർ നദീതീരത്ത് യഹസ്കേലിരിക്കുമ്പോൾ ദൈവം ദർശനം നൽകി. ആമോസിനെ ദൈവം വിളിക്കുമ്പോൾ അവൻ വെട്ടുക്കിളി കൂട്ടത്തെക്കുറിച്ചുള്ള ദർശനം നൽകി. പത്രോസിനെ കർത്താവ് ഉപയോഗിക്കാൻ തീരുമാനിച്ചപ്പോൾ അവനൊരു തുപ്പട്ടി ഇറക്കി കൊടുത്തു. പത്രോസ് ചോദിച്ചു, കർത്താവേ, ഇതെന്താ? ദൈവം അവനോട് ചെയ്യുവാൻ പോകുന്ന പ്രവൃത്തിയെ ദൈവം കാണിച്ചു കൊടുത്തു. പൗലോസ് പറയുന്നത്, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഈ ദൈവദാസന്മാരെല്ലാം സ്വർഗീയ ദർശനം ലഭിച്ചവർ, ദൈവിക ദർശനം ലഭിച്ചവരായിരുന്നു. എന്താണ് അന്നത്തെ സ്ഥിതി? പ്രവാചകന്മാരാണെങ്കിൽ ഇസ്രയേലിൻ്റെ, യഹൂദൻ്റെ സ്ഥിതി എന്താണ്? അവരുടെ ആത്മീയ നിലവാരം അങ്ങനെ ഇരിക്കുന്നു. എത്രയോ വസ്തുതകളാണ് ഈ ദർശനങ്ങളിലൂടെ ദൈവം കാണിച്ചു കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ കുറിക്കൊള്ളേണ്ട കാര്യമാണ്. ദർശനം ശരിയല്ലെങ്കിൽ, കാഴ്ചപ്പാട് ശരിയല്ലെങ്കിൽ ആ ശുശ്രൂഷകൻ്റെ ശുശ്രൂഷകൾ പ്രയോജനകരമായിരിക്കുകയില്ല, ഫലകരമായിരിക്കുകയില്ല, ദൈവം ആഗ്രഹിച്ചതുപോലെ ആയിരിക്കുകയില്ല. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു,
കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും വെടിപ്പായി കാണാം. കാഴ്ചപ്പാട് ശരിയായിരിക്കണം. അന്ധനായിരുന്ന മനുഷ്യന് കർത്താവ് കാഴ്ച കൊടുത്തല്ലോ. എന്നിട്ട് അവനോട് ചോദിച്ചു, എങ്ങനെ കാണുന്നു, എന്ത് കാണുന്നു? അവൻ പറഞ്ഞു, മനുഷ്യനെയൊക്കെ ഞാൻ മരം പോലെ കാണുക. അതിലും ഭേദം അവൻ കാണാതിരിക്കുകയല്ലേ. അനേകരിന്ന് അങ്ങനെ, അനേക വിശ്വാസികൾ കാഴ്ചപ്പാട് മങ്ങിപ്പോയി. മനുഷ്യനെ കാണാൻ കഴിയുന്നില്ല, പകരം മറ്റു പലതുവാ. നിർഭാഗ്യവശാൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത്, യാതൊരു ആത്മീയ ദർശനവുമില്ലാത്ത ആരൊക്കെയോ ശുശ്രൂഷകരായി എവിടെയൊക്കെയോ ശുശ്രൂഷിക്കുന്നു. വേറെ ചിലരെ സംബന്ധിച്ച് ശരിയായ ദർശനമുള്ളവരായിരുന്നു. കാലാന്തരത്തിൽ ദർശനം നഷ്ടമായി അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നു. ഇത് രണ്ടും ഒരുപോലെ തെറ്റാണ്, അബദ്ധമാണ്, ശാപകരമാണ്, ദൈവസഭയ്ക്ക് ഗുണകരമല്ല. ശരിയായ ദർശനമുണ്ടായിരിക്കുക. കർത്താവ് എന്നെക്കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു, ആ ബോധ്യം തിരുവെഴുത്തനുസരിച്ച് ലഭിച്ച് ബോധ്യം വന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ യിരെമ്യാവിന് ലഭിച്ച 2 ദർശനങ്ങളാണ് നാം വായിച്ചത്. ഒന്ന്, ഒരു ബദാം കൊമ്പ്. നമുക്കറിയാം, ബദാം യെരുശലേമിലെ മറ്റ് വൃക്ഷങ്ങളെക്കാൾ ഏറ്റവും ചെറുതാണ്. നമ്മുടെ നാട്ടിലെ റബ്ബർ മരം പോലെ ഇരിക്കും. ഒരു സമയത്ത് അതിൻ്റെ ഇലകളെല്ലാം കൊഴിഞ്ഞ് ഉണങ്ങിയതുപോലെ ഇരിക്കും. പരിചയമില്ലാത്ത ഒരാൾ കണ്ടാൽ ആ മരങ്ങളെല്ലാം ഉണങ്ങി നിൽക്കുകയാണെന്ന് തോന്നും. പക്ഷേ ആ സമയം കഴിഞ്ഞാൽ ഈ മരങ്ങൾ തളുക്കാൻ തുടങ്ങും, ഇല വരാൻ തുടങ്ങും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ബദാം കൊമ്പ്. അതിൻ്റെ എബ്രായ വാക്കാണ് ജാഗ്രത്. എന്താ യിരെമ്യാവ് മനസ്സിലാക്കേണ്ടത്? ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു ഉണങ്ങിയ ബദാം കൊമ്പ് പോലെയാണ് ദൈവം. ദൈവം ഉണർന്നിട്ടില്ല, പ്രവർത്തിക്കുന്നില്ല. അവർക്ക് സഹായകനായിട്ട് ദൈവത്തെ കിട്ടുന്നില്ല. അങ്ങനെ ദൈവത്തിൻ്റെ യാതൊരു ശക്തിയും തേജസ്സും പ്രവർത്തനങ്ങളും കാണാൻ കഴിയാതെ ഉണങ്ങിയ കമ്പ് പോലെ അവർ ദൈവത്തെ കാണുമ്പോൾ ദൈവം പറയാ യിരെമ്യാവിനോട്, യിരെമ്യാവേ, നീ എന്ത് കാണുന്നു? ഞാനൊരു ബദാം കൊമ്പ് കാണുന്നു. എന്നിട്ട് അത് തളർത്തു വരുന്നതായിട്ട് ഞാൻ കാണുന്നു. ദൈവം പറയുക, ഞാൻ ഉണർന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ്. ഇസ്രായേലിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി, ഇസ്രായേലിനെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി, അവർക്ക് പാപബോധം നൽകേണ്ടതിന് വേണ്ടി ഞാൻ ഉണരുന്നു, ഞാൻ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. യിരെമ്യാവേ, അത് നിന്നിലൂടെയാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ദൈവം ഏത് കാലത്തും ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ദൈവം ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, തീരുമാനിക്കുമ്പോൾ അത് തനിയെ അങ്ങ് ചെയ്യുകയല്ല. പകരം ദൈവത്തിന് ചിലരെ അവിടെ ആവശ്യമുണ്ട്. പൗലോസ് എഴുതിയത്, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ കൂട്ടുവേലക്കാർ, ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ. ഞങ്ങൾ ദൈവത്തിൻ്റെ വേലക്കാരാണ്, ക്രിസ്തുവിൻ്റെ കൂട്ടുവേലക്കാരാണ്. പൗലോസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ കർത്താവ് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അവന് തനിയെ ചെയ്യാൻ നമ്മുടെ ആരുടെയും സഹായം ആവശ്യമില്ല, സപ്പോർട്ട് ആവശ്യമില്ല. അവന് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. പക്ഷേ അവൻ്റെ ആഗ്രഹം നമുക്കതിനകത്തൊരു പങ്കുണ്ടാകണം, ഒരു ഓഹരി ഉണ്ടാകണം. അവൻ്റെ സഭയുടെ കാര്യത്തിലാണെങ്കിലും സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിലാണെങ്കിലും നമുക്കൊരു പങ്ക് തരുവാൻ കർത്താവിന് തിരുമനസ്സുണ്ട്. പ്രിയപ്പെട്ടവരെ, ചെങ്കടലുണ്ടാക്കാൻ ദൈവത്തിന് ആരുടെയും സഹായം ആവശ്യമില്ല. പക്ഷേ മോശ ഒരു ഉണക്കപടി നീട്ടണമായിരുന്നു. അതാണ് ദൈവത്തിൻ്റെ പരിപാടി. മാറയിലെ വെള്ളം കയ്പാണ് എന്നും. അത് മധുരമാക്കുവാനായിട്ട് ദൈവത്തിന് ആരുടെയും സഹായം വേണ്ട. പക്ഷേ കാലങ്ങൾക്ക് മുമ്പേ അവിടെ നട്ടു വളർത്തിയ, ദൈവം തന്നെ വളരുവാൻ അനുവദിച്ച ആ വൃക്ഷം വെട്ടി ആ വെള്ളത്തിലിടണമായിരുന്നു. അത് മധുരമായി മാറി. പാറയിൽ നിന്നും വെള്ളം കൊടുക്കുവാൻ ദൈവത്തിന് കഴിയും. ആരും അതിനു വേണ്ടി ദൈവത്തെ സഹായിക്കേണ്ടതില്ല. പക്ഷേ മോശയോട് പറഞ്ഞല്ലോ, പാറയെ അടിക്കുക, വെള്ളം പുറപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് ദൈവത്തിന് ആരുടെയും സഹായം വേണ്ടെങ്കിലും സാധുക്കളായ നമുക്ക്, പാവങ്ങളായ നമുക്ക് ഒരു പങ്ക് തരുവാൻ ദൈവത്തിന് തിരുപ്രസാദമുണ്ടായി. അതറിഞ്ഞ് നന്ദിയോടുകൂടെയാണ് നാം അവനെ സേവിക്കേണ്ടത്. പൗലോസ് ഒരിക്കൽ പറഞ്ഞല്ലോ, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. ദൈവകൃപ നിമിത്തമാണ് കർത്താവിനെ സേവിക്കാനുള്ള ശുശ്രൂഷകൾ, ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അത് നമ്മുടെ പരമഭാഗ്യമാണ്. ഏറ്റവും ചെറിയ കാര്യം മുതൽ
ഏറ്റവും വലിയ ശുശ്രൂഷ വരെ ഏതുമാകട്ടെ ആ ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ്. തീർച്ചയായിട്ടും അത് സ്വർഗം പരിഗണിക്കുന്നു, സ്വർഗം ആഗ്രഹിക്കുന്നു. നാം അത് അറിയേണ്ടതാണ്. രണ്ടാമത്തെ ദർശനം എന്ന് പറയുന്നത് തിളയ്ക്കുന്ന ഒരു കലം, അത് വടക്ക് നിന്ന് തിളച്ചു വരികയാണ്. ദൈവം യിരെമ്യാവിന് കൊടുത്ത രണ്ടാമത്തെ ദർശനം ഒരു കലം തിളച്ചുകൊണ്ടിരിക്കുന്നു, അത് ഇസ്രായേലിൻ്റെ വടക്ക് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. എന്തായിരുന്നു അതിൻ്റെ അർത്ഥം? ദൈവം പറയുക, യിരെമ്യാവേ, നിന്റെ ജനം യഹൂദൻ, അവൻ്റെ പാപനിമിത്തം ഞാൻ അവനെ ശിക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു തിളയ്ക്കുന്ന കലം എന്ന വണ്ണം ബാബേൽ അധിപൻ വടക്ക് നിന്ന് വരികയാണ്. ബാബേൽ രാജ്യം ഇവിടെ വന്ന് യെരുശലേമിനെ കീഴടക്കും, യഹൂദയെ നിശ്ചയമായും പിടിച്ചുകൊണ്ടുപോകും, ശിക്ഷിക്കും, അനേകരെ വാളിനാൽ കൊല്ലും. അവർ മാനസാന്തരപ്പെടാൻ പറയുക, പാപങ്ങൾ അവസാനിപ്പിക്കാൻ പറയുക. ഇല്ലെങ്കിൽ ഒരു കലം തിളച്ച് എങ്ങനെ വേദനിക്കുന്നോ പൊള്ളിക്കുന്നുവോ അതുപോലെ അവർക്ക് വേദനപ്പെടും. അപ്പോൾ ദൈവം എന്ത് ചെയ്യാൻ പോകുന്നു, എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ മറുപടി ഈ ഭാഗത്തെ ദർശനത്തിലൂടെ ദൈവം നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതല്ലേ? എന്താ കേരളത്തിന് ഇന്നത്തെ സ്ഥിതി? ഇന്ത്യയുടെ വടക്കൻ ഭാഗത്തു നിന്നും തിളച്ച കലം ഇവിടേക്ക് എത്തിയില്ലേ? ദൈവമക്കൾക്ക് വേദനപ്പെടാനുള്ള സാഹചര്യം സംജാതമായില്ലേ? ഇനിയും നമ്മുടെ സഭകൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, തെറ്റുകൾ അവസാനിപ്പിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെടുവാൻ നമുക്ക് വേറെ മാർഗമുണ്ടായിരിക്കുന്നതല്ല. ഈ രണ്ട് ദർശനങ്ങളും ഈ കാലത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. യിരെമ്യാവിന് ആ ബോധ്യമുണ്ടായി. യിരെമ്യാവ് ആ ദർശനം കണ്ടതിലൂടെ അവൻ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിന്ന് പറഞ്ഞു, കർത്താവേ, ഞാനൊരു ബാലനാണെങ്കിലും സംസാരിക്കാൻ എനിക്ക് വേണ്ടതുപോലെ അറിയുകയില്ലെങ്കിലും ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ ഭയാനകമായ സംഭവങ്ങളുടെ മുമ്പിൽ ഞാൻ സംസാരിക്കാതിരുന്നാൽ എൻ്റെ ജനം തീർച്ചയായും ന്യായം വിധിക്കപ്പെടും. അതുകൊണ്ട് ഞാൻ സംസാരിക്കാൻ തയ്യാറാണെന്ന് യിരെമ്യാവ് ദൈവത്തോട് പറയുകയാണ്. അപ്പോൾ ദൈവം യിരെമ്യാവിന് ഉപയോഗിക്കാൻ ചെയ്ത ഒന്നാമത്തെ കാര്യം, രണ്ട് ദർശനങ്ങൾ ദൈവം യിരെമ്യാവിന് നൽകി. പ്രിയപ്പെട്ടവരെ, തീർച്ചയായും നമുക്ക് ഈ ദർശനങ്ങൾ, ഇങ്ങനെയുള്ള ആത്മീക ദർശനങ്ങൾ നമുക്കുണ്ടാകാൻ കഴിയട്ടെ. രണ്ടാമത്തെ കാര്യം യിരെമ്യാപ്രവചനം 1:9 ആദ്യം ദൈവം രണ്ട് ദർശനങ്ങൾ നൽകി. യിരെമ്യാവിന് ഉപയോഗിക്കുവാൻ ദൈവം രണ്ടാമത് ചെയ്തത് 1:9 യിരെമ്യാപ്രവചനം 1:9. പിന്നെ യഹോവ കൈനീട്ടി എൻ്റെ വായെ തൊട്ടു, ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യിരെമ്യാവിന് ദർശനങ്ങൾ നൽകിയ ശേഷം ദൈവം അവനെ ശുശ്രൂഷയ്ക്ക് നിയമിക്കും മുമ്പ് ചെയ്ത രണ്ടാമത്തെ കാര്യം, ദൈവം തൻ്റെ വചനം അവൻ്റെ വായിൽ നൽകി. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ന് നമുക്കറിയാം. ഒരാൾ ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്നെങ്കിൽ, അല്ല പുറം ലോകത്തോട് ശുശ്രൂഷിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ വായിൽ ദൈവം വചനം നൽകിയിരിക്കണം. ഇന്ന് വചനം പഠിക്കുവാനുള്ള പല മാധ്യമങ്ങൾ നമുക്കുണ്ട്. അതൊന്നും അതിൽ തന്നെ തെറ്റല്ല, നല്ല കാര്യമാണ്. ബൈബിൾ സ്കൂളാണെങ്കിലും ബൈബിൾ കോളേജാണെങ്കിലും മറ്റ് മാർഗങ്ങളാണെങ്കിലും അതൊന്നും അതിൽ തന്നെ മോശമല്ല, അതെല്ലാം ആവശ്യമാണ്. പക്ഷേ തെറ്റ് സംഭവിക്കാൻ സാധ്യതയുള്ളത് ദൈവം താൻ തന്നെ നേരിട്ട് കൊടുക്കേണ്ടതിന് പകരം, ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാപിക്കേണ്ടതിന് പകരം, വചനം ധ്യാനിച്ച് അതിലെ സത്യങ്ങൾ ഗ്രഹിച്ച് അറിയിക്കേണ്ടതിന് പകരം കേവലം ഇങ്ങനെയുള്ള ഉപാധികളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു എന്നുള്ളത് പലരെ സംബന്ധിച്ചും വളരെ പരാജയമാണ്. നമുക്ക് പഠിക്കാവുന്ന ഏത് മാർഗവും മാധ്യമത്തിൽ നമുക്ക് ഉപയോഗിക്കാം, പഠിക്കാം, സമയം വേർതിരിക്കാം. പക്ഷേ അതിനേക്കാളെല്ലാം പ്രധാനമെന്നുള്ളത് അത് കേവലം പഠിക്കുവാനുള്ള ഒരു സഹായം മാത്രമാണ്. നാം തന്നെ ദൈവസന്നിധിയിൽ ഇരുന്ന് തിരുവെഴുത്ത് ധ്യാനിച്ചിരിക്കണം, ദൈവവചനം പഠിച്ചിരിക്കണം, അതിനുവേണ്ടി സമയം ചെലവഴിക്കണം. പ്രാർത്ഥനാപൂർവം ദൈവവചനത്തിന് മുമ്പാകെ ഇരുന്ന് കർത്താവിൽ നിന്ന് നമുക്ക് പ്രാപിച്ചു വേണം ദൈവജനത്തിനും ഈ പുറം ലോകത്തിനും നാം വചനം നൽകുവാനായിട്ട്. കർത്താവിൻ്റെ മേശയെക്കുറിച്ച് പറയുമ്പം പൗലോസ് ഉപയോഗിച്ചൊരു വാക്കാണല്ലോ, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ. അതേ വാക്ക് വചനശുശ്രൂഷയോട് ബന്ധപ്പെട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്.
ഈ കാര്യത്തിൽ ശരിയായ ഉത്തരവാദിത്ത ബോധം നമുക്കുണ്ടാകട്ടെ. ഏറ്റവും നല്ലൊരു പ്രസംഗം എന്നുള്ളതല്ല, പകരം ദൈവജനത്തിന് പ്രയോജനപ്പെടണം, കേൾക്കുന്നവർക്ക് പ്രയോജനപ്പെടണം, രക്ഷിക്കപ്പെടാത്ത സമൂഹത്തിന് പ്രയോജനപ്പെടണം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വ്യാപാര ശക്തി ഉണ്ടാകണം, വചനത്തെക്കുറിച്ച് നിശ്ചയമുണ്ടാകണം, വചനത്തിൻ്റെ മേൽ പ്രകാശനം നമുക്കുണ്ടാകണം, സ്വാതന്ത്ര്യമുണ്ടാകണം. അതിന് ദൈവം താൻ തന്നെ നമ്മുടെ വായിൽ വചനം തരണം. ഇതും ഒരൊറ്റപ്പെട്ട കാര്യമല്ല. യെശയ്യാപ്രവചനം 51 അധ്യായം 21 വാക്യം പിന്നെ നോക്കിയാൽ മതി. യെശയ്യാവിന് ദൈവം തൻ്റെ വചനം നൽകി എന്ന് വായിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 3 അധ്യായം 1-2 വാക്യങ്ങളിൽ യെഹെസ്കേൽ പ്രവാചകന് ദൈവം തൻ്റെ വചനം അവൻ്റെ വായിൽ നൽകി എന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 10 അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ അപ്പോസ്തോലന് ദൈവം വചനം നൽകുകയും അവനത് കഴിക്കുകയും ചെയ്തു എന്ന് വായിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് എന്താ? ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പ്രാപിച്ച് ദൈവസന്നിധിയിൽ നിന്നും നേടി നാം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ആ ഭാഗം തീരും. 1 അധ്യായം 10 വാക്യമാണ് യെരമ്യാവിനെ ഉപയോഗിക്കുവാൻ ദൈവം ചെയ്ത 3-ാമത്തെ കാര്യം. 1 അധ്യായം അതിൻ്റെ 10 വാക്യം നോക്കുക. നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. നോക്കുക, നിർമൂലമാക്കുവാൻ, പൊളിക്കുവാൻ, നശിപ്പിക്കുവാൻ, ഇടിച്ചു കളയുവാൻ, പണിയുവാൻ, നടുവാൻ വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വച്ചിരിക്കുന്നു. യെരമ്യാവ് എന്ത് ശുശ്രൂഷ ചെയ്യണം എന്ന കാര്യം ദൈവം യെരമ്യാവിനെ ബോധ്യമാക്കുകയാണ്. സാഹചര്യം എന്താണെന്ന് ദർശനങ്ങളോട് വെളിപ്പെടുത്തി, അറിയിക്കേണ്ട വചനം എന്താണെന്ന് അവൻ്റെ വായിൽ കൊടുത്തു. ഇപ്പോൾ അവൻ ചെയ്യേണ്ട ശുശ്രൂഷകൾ എന്താണെന്ന് വ്യക്തമായിട്ട് അവന് ബോധ്യമാക്കുകയാണ്. കർത്താവ് ഒരാളെ ശുശ്രൂഷയ്ക്ക് വിളിച്ചാൽ ആശങ്ക ആവശ്യമില്ല, അവൻ ബോധ്യമാക്കി കൊടുക്കും. ദൈവദാസന്മാരുടെ അനുഭവങ്ങൾ അതാണ്. എവിടെയാണ് പോകേണ്ടത്, എന്താ ചെയ്യേണ്ടത്, എന്താ അറിയിക്കേണ്ടത്, ഇതെല്ലാം കർത്താവ് തീർച്ചയായിട്ടും ബോധ്യമാക്കി കൊടുക്കും. ഇവിടെ പറയുന്നത് പൊളിക്കുവാനും പണിയുവാനും നടുവാനും ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. പൊളിച്ചു കളയേണ്ട പലത് അന്ന് യഹൂദയിലുണ്ടായിരുന്നു, പണിയേണ്ട പലതുണ്ടായിരുന്നു. യോശുവാവ് യെരൂശലേം ആലയം പുതുക്കി പണിയുമ്പോൾ നാം ദിനവൃത്താന്ത പുസ്തകത്തിൽ വായിക്കുന്നു, പൊളിക്കേണ്ട ഭാഗങ്ങൾ പൊളിച്ച് കളഞ്ഞ ശേഷമാണ് അവൻ പുതുക്കി പണിതത്. ദൈവസഭയുടെ പണിയുടെ കാര്യത്തിലും ഇത് വളരെ ഗൗരവമായി കാണേണ്ടതാണ്. നീക്കിക്കളയേണ്ട പലതുണ്ട്. വചനവിരുദ്ധമായ കാര്യങ്ങൾ, നീക്കിക്കളയേണ്ട കാര്യങ്ങൾ നീക്കിക്കളഞ്ഞിട്ട് വേണം വചനപ്രകാരമുള്ളത് അതിൻ്റെ മേലെ പണിയുവാൻ. നിർഭാഗ്യം, പല സഭകളിലും നീക്കേണ്ടത് നീക്കാതെ പിന്നെയും പിന്നെയും പണിയുന്നു എന്ന് അഭിമാനിച്ച് നിൽക്കുക. അത് വളരെ ദുഃഖകരവും വളരെ പരാജയപ്പെട്ട പ്രവൃത്തിയുമാണ്. നമ്മൾ ഓർക്കുക, വചനവിരുദ്ധമായിട്ടുള്ള ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സഭയിലുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അവിടേക്ക് പുതിയൊരാൾ രക്ഷിക്കപ്പെട്ടു വന്നു എന്നും കരുതുക. സ്വാഭാവികമായിട്ടും എത്ര നാം പരിശ്രമിച്ചാലും അദ്ദേഹം അമാതൃകയായി ജീവിക്കുന്ന വിശ്വാസികളെ അനുകരിക്കാനേ ആഗ്രഹിക്കുകയുള്ളൂ. വചനപ്രകാരം ജീവിക്കുവാൻ സാധാരണഗതിയിൽ തയ്യാറാവുകയില്ല. ഇതൊരു സത്യമാണ്. അതുകൊണ്ട് യെരമ്യാവിന് ലഭിച്ച അരുളപ്പാട് നമുക്കും ബാധകമാണെന്ന് ഓർക്കുക. നീക്കിക്കളയേണ്ടവയെ നീക്കിക്കളയുവാൻ ധൈര്യമുണ്ടാവുക. പൊളിക്കുവാനും പണിയുവാനും, ചില ആളുകൾ പൊളിക്കാൻ മാത്രം സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് നമുക്ക് തോന്നിപ്പോവും. എവിടെ ചെന്നിട്ടുണ്ടോ, ഏത് സഭയെ പ്രവേശിച്ചിട്ടുണ്ടോ, ആ സഭയുടെ ആണിക്കല്ല് പറിച്ചല്ലാതെ അവരവിടുന്ന് മടങ്ങുകയില്ല എന്ന് ചിലരെക്കുറിച്ച് പറയാറുണ്ട്. അങ്ങനെ പൊളിക്കാൻ മാത്രം സൃഷ്ടിക്കപ്പെട്ടവരായിട്ടിരിക്കരുത്. ചിലർ പണിയാൻ വേണ്ടി മാത്രമുള്ളവരാ, നീക്കേണ്ടതൊന്നും നീക്കാതെ പണിതുകൊണ്ടേയിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ. ഇത് രണ്ടും കുറ്റകരമാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കണം. ഈ കാര്യത്തിൽ യെരമ്യാവിനുണ്ടായ വെളിപ്പാട്, യെരമ്യാവിനുണ്ടായ ദർശനം, അവന് ലഭിച്ച അരുളപ്പാട്, അവനത് വിശ്വസിച്ച് പൂർണ്ണമായിട്ട് അനുസരിക്കുവാൻ തയ്യാറായി.
പക്ഷേ അതൊരു നിസാരമായ കാര്യമായിരുന്നില്ല. ഈ പറയുന്നത് പോലെ അത്ര എളുപ്പമായിരുന്നില്ല. വളരെ ശ്രമകരമായിരുന്നു. യിരെമ്യാവ് അതിനുവേണ്ടി തയ്യാറായപ്പോൾ അവൻ കൊടുക്കേണ്ടി വന്ന വില എത്ര വലുതാണെന്ന് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ കാണും. എന്തുകൊണ്ട് യിരെമ്യാവ് ഇങ്ങനെ നിരന്തരം കഷ്ടത അനുഭവിക്കേണ്ടി വന്നു? എന്തുകൊണ്ട് മർദ്ദനമേൽക്കേണ്ടി വന്നു? ഒറ്റപ്പെടേണ്ടി വന്നു? അപവാദം കേൾക്കേണ്ടി വന്നു? ജന്മദിവസത്തെ ശപിച്ച് നിലവിളിക്കേണ്ടി വന്നു? ഇതിനെല്ലാം ഉത്തരം ഈ ശുശ്രൂഷ നിമിത്തം സംഭവിച്ചതാണെന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ദൈവത്തെ അനുസരിക്കണം, ദൈവം പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് നാം തീരുമാനിക്കുമ്പോൾ ഇത് മറന്നു പോകരുത്. അത്ര സുഖകരമല്ല, ശ്രമകരമാണ്. ദൈവദാസന്മാരെല്ലാം അങ്ങനെ ആയിരുന്നു, ദൈവമക്കളെല്ലാം അങ്ങനെ ആയിരുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിച്ച മുഴുവൻ ആളുകളും, ഹാബേൽ മുതൽ ഇന്നയോളം ജീവിച്ചിട്ടുള്ള ദൈവഭക്തരായ ആളുകൾ, അവരെല്ലാം വില കൊടുത്ത്, ചിലർ പ്രാണൻ നൽകി ദൈവത്തെ പ്രസാദിപ്പിച്ചവരാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം അതാണല്ലോ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ക്ലാസ് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ പ്ലാനുണ്ട്, വലിയ പദ്ധതിയുണ്ട്, വലിയ ആഗ്രഹമുണ്ട്. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നു. കാലാകാലങ്ങളിൽ യഥാസമയം ദൈവം നമുക്കത് ബോധ്യമാക്കി തന്നു. എഴുതപ്പെട്ട വിശുദ്ധ ബൈബിൾ നമ്മുടെ കൈവശമുള്ളിടത്തോളം കാലം നാം പേടിക്കുന്നില്ല, ശങ്കിക്കുന്നില്ല, സംശയിക്കുന്നില്ല. ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ അരുളി ചെയ്തത് നിവൃത്തിക്ക് തന്നെ ചെയ്യും. മനുഷ്യരെല്ലാവരും അവിശ്വസ്തരെന്ന് വന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. അവൻ്റെ സ്വഭാവം ത്യജിക്കാൻ അവന് കഴിയുന്നതല്ല. നമുക്ക് സ്തോത്രം ചെയ്യാം. നന്ദിയോടുകൂടെ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കാം. ദൈവമായ കർത്താവ് വചനങ്ങളാൽ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.